സോളിൽ നാം പറഞ്ഞു നിർത്തിയത് എവിടൊക്കെയാണ് പള്ളി നിർമ്മിച്ചത്, ആരൊക്കെ ഏതൊക്കെ പള്ളിയിൽ കാളിയായി എന്നായിരുന്നു. ഏതായാലും മഹക്കോയി മൊയ്ൻകുട്ടി വൈദ്യർ ഇവിടെ എണ്ണി പറയുകയാണ്. പെരുകായിസ്ലാമൊറ് തെരുവാലിയം പെറ്റും നഗറഞ്ചിൽ മികും ചാലിയം. തിരൂര്, അതുപോലെ തന്നെ ചാലിയം, അതുപോലെ തന്നെ പന്തലായനി, കൊല്ലം, അങ്ങനെ കാസർഗോഡ്, അങ്ങനെ പല ഭാഗത്തും പള്ളി നിർമ്മിച്ച കഥ മഹക്കോയി മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നു. അതിൽ സയ്യിനുദ്ദീൻ ഇബ്നു മാലിക്കാം ആഹൂറ്റവർ കാളി നടത്തി മാർഗ സൈനുദ്ദീൻ ഇബ്നു മാലിക് തങ്ങൾ ചാലിയത്ത് നിർമ്മിച്ച പള്ളിയിൽ കാളിയായി എന്ന് പറയുന്നു. അങ്ങനെ ഉദതി ഫുർഖാനിൽ ശരീഅത്തെന്നേ ഉരുവാനദിൻ ബൈഹക്കെടുത്തോതുന്നേ. അങ്ങനെ അല്ലാഹുവിൻ്റെ നിയമവിധികൾ, നിയമവ്യവസ്ഥകൾ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശം ഇതാ കേരളക്കരയിലെത്തിയെന്ന് മഹക്കോയി മൊയ്ൻകുട്ടി വൈദ്യർ പറയുന്നതോടൊപ്പം പതിചാലിയം മുതൽ തിരൂര് എൻ്റെ ബന്ദറ് കാണന്തവർ ഇരുമ്പിട്ടന്നേ അതിരാൽ തീരിം തന്നൾ സബഇല്ലവും അസ്വദാബ് ഇരുഭാഗവും പാടി പാരന്തല്ലോ അഴതൽ നീതിയും പകയറ് മടങ്കിടൈ പലേവാദിയും നാട് 18 തേരുകൾ സ്വാഹ നന്നായി ഇസ്ലാന്തിൻ നിറൈந்து ബാഹ നേടി ഹബീബ് ദീനാർ കൊടുങ്ങല്ലൂരിൽ നിണ്ടം നോഫത്തായി മറൈത്ത് പാരിൽ പോതി നെടുനാളും അവർക്ക് താനേ പൊലിവും ലായേറ്റി കൊടുക്കുകോലേ. അങ്ങനെ പല ഭാഗത്തും പള്ളികൾ നിർമ്മിക്കുകയും മഹാനായ ഹബീബ് ദീനാർ കൊടുങ്ങല്ലൂരിൽ വഫാത്തായി. അദ്ദേഹം ആ പള്ളി എടുത്തതിന് ശേഷം അവിടെ വഫാത്തായി, അവിടെ കാളിയായി നിയമിതനായതിനു ശേഷം കുറേ കാലം അവിടെ ഭരണം നടത്തുകയും അങ്ങനെ വഫാത്താവുകയൊക്കെ ചെയ്തു എന്ന് മഹക്കോയി മൊയ്ൻകുട്ടി വൈദ്യർ ഇവിടെ വിവരിക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകട്ടെ എന്ന് കൂടി മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ ദുആ ചെയ്യുന്നു. ഞാനും ദുആ ചെയ്യുകയാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഇനി നിങ്ങളുടെ ശ്രദ്ധ മലപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. കൂറിടവേ 18 ദിശക്കര ശർക്ക് മികത്തവനാം കോസുകൾ 160 കേരളമൊക്കെയും ഭാഷുവനാം ഏറിയ രാജരും സാമന്തർ കാളിയും ജേകവൃജോഗവുമായി എങ്കുന്തി ഗന്ധരിയിട്ടു അവാനിടം ബേന്തന പൂന്തുറകോൻ പാർമികും സ്വരൂപങ്ങള മന്ദിരിമാർ ചതുറുണ്ടവനിൽ ഭാഷുവനച്ഛനും പമ്പനിളയതും ശേഷി പണിക്കരുമ്പിൻ കാരുളവൻ പറനമ്പിയും ആമെ കളമ്പുഷിത്തിട്ടിരിന്തേ കാലമിൽ േറെ നടാളും സ്വരൂപങ്ങൾ ഇറകുറാക്കിടവേ. അഥവാ അന്ന് മലപ്പുറത്ത് നാടുവാഴിയായി രാജ്യം ഭരിച്ചിരുന്നത് ആരാണെന്നറിയണ്ടേ? ഇന്ന് പാലക്കാട് നിന്നും കുറച്ച് 12-13 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയാൽ കൊഴിഞ്ഞാമ്പാറ എന്ന പ്രദേശം, ആ പ്രദേശം നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ആ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും കുറ്റിയും പറിച്ച് വന്നതാണ് മലപ്പുറത്തേക്ക് പാറനമ്പി എന്ന് പറയുന്ന ആ മഹാനുഭാവൻ. അങ്ങനെ പാറനമ്പിയായിരുന്നു അന്ന് കൊഴിഞ്ഞാമ്പാറയിൽ സ്ഥിരതാമസക്കാരനായിരുന്ന അദ്ദേഹം മലപ്പുറത്ത് നാടുവാഴിയായി മലപ്പുറത്തേക്ക് എത്തുകയാണ്. അങ്ങനെ അദ്ദേഹമാണ് മലപ്പുറത്ത് നാടുവാഴിയായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആകുവതായി അവർ രണ്ടരും അത്തിരം ചിത്തിരം തമ്മളിലേ ആയിടുവാൻ സബബുണ്ടറിവീനവർ രണ്ടരിൽ നീണ്ടൊരുവൻ പാകമിളക്കം അതൊക്കെ വരുന്നതിൽ മുന്നമേ തന്നുടനെ പാർത്തലമുണ്ട് കുറാണ്ട് പൂന്തുര ബന്ധനിലീന്തിടലായി ജോഗമിൽ ശങ്കര നമ്പി നല്ല മന്ദിർ വിട്ടരുതും തിടവേ ചൊൽപ്പട്ടി കൽപ്പിലെ ലോകരുമായി കരുവാൻ വരുന്നൊരു നാൾ.
അങ്ങനെ കോട്ടക്കൽ തമ്പുരാനും പാറനമ്പിയും ഒരു യുദ്ധം നടക്കുന്ന രസകരമായ സംഭവമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ വിവരിക്കുന്നത്. അങ്ങനെ പാറനമ്പിയും കോട്ടക്കൽ തമ്പുരാനും ഒരു യുദ്ധം നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ രസകരമായ രംഗം മഹാകവി മോയിൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. കോളുകൾ കൂട്ടി നടത്തിടെ ബമ്പട ഒപ്പരം ചോനവരും കോട്ടപിൻ 30 എണ്ടുറ്റുടൻ തോറ്റി മടങ്കലിലേ ചൂളിടലിൽ ഗുരുവിന്തടി ജീവയുടമ്പടി കണ്ടതിനാൽ ജോനരിൽ നിണ്ടൊരു വീരരടുത്തുമെടുത്ത് കുതിത്തിടലായി. അങ്ങനെ കോട്ടക്കൽ തമ്പുരാനും പാറനമ്പിയുടെ സൈന്യങ്ങളും തമ്മിലൊരു യുദ്ധം നടക്കുകയും പാറനമ്പിയുടെ സൈന്യത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ജോനകർ, മുസ്ലിങ്ങൾക്ക് അവർ പറയുന്ന പേരാണ് ജോനകർ. അപ്പോൾ മുസ്ലിങ്ങളായിരുന്നു പാറനമ്പിയുടെ സൈന്യത്തിൽ അധികം ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ കോട്ടക്കൽ തമ്പുരാൻ പരാജയം സംഭവിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, പാറനമ്പിയെ വധിക്കാൻ വേണ്ടി കോട്ടക്കൽ തമ്പുരാൻ്റെ സൈന്യം പട്ടാളം ഓടി വന്നപ്പോൾ അവരിൽ നിന്നും ചാടിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം പട്ടാളം പാറനമ്പിയുടെ കീഴിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ പാറനമ്പിയെ രക്ഷിക്കുകയും അങ്ങനെ രാജകൊട്ടാരത്തിൽ എത്തിക്കുകയും ചെയ്തു. ഈ സംഭവം വളരെ ഒരു സന്തോഷത്തോടു കൂടെയാണ് അവർ സ്വീകരിച്ചത് എന്ന് മാത്രമല്ല, അന്ന് മുതൽ പാറനമ്പിക്ക് മുസ്ലിങ്ങളോട് വളരെ ഇഷ്ടമായി. കാരണം കോട്ടക്കൽ തമ്പുരാൻ്റെ വധിക്കലിൽ നിന്നും രക്ഷപ്പെടുത്തിയത് മലപ്പുറത്ത് മുസ്ലിങ്ങളായതുകൊണ്ട് പാറനമ്പി മുസ്ലിങ്ങൾക്ക് ഇവരിവിടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മലപ്പുറത്ത് കുന്നിൻ്റെ മുകളിലും പല ഭാഗങ്ങളിലും അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, ആളുകളും പിറകിങ്കയണുന്തവർ എല്ലാവരും ചൊല്ലിടലായി അത്തലമിയവരെത്തിടകിൽ ഗുരുവും കുലപ്പെട്ടിടുമേ. ആ കണ്ടു നിന്നവരെല്ലാം ആളുകളൊക്കെ പറയുകയാണ്, ജോനകരില്ലായിരുന്നെങ്കിൽ നമ്മുടെ നമ്പിയുടെ കഥ കഴിഞ്ഞത് തന്നെ. കോട്ടക്കൽ തമ്പുരാൻ്റെ പട്ടാളത്തിൻ്റെ അടുക്കൽ നിന്നും നമ്മെ നമ്പിയെ രക്ഷപ്പെടുത്തിയത്, നമ്മുടെ രാജാവായ പാറനമ്പിയെ രക്ഷപ്പെടുത്തിയത് ഇവിടുത്തെ ജോനകരി മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇനി മുസ്ലിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള തീരുമാനത്തിൽ തന്നെ പാറനമ്പിയത മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മലപ്പുറത്ത് മുസ്ലിങ്ങൾ സുഖകരമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കുലത്ത് പോകും മണ്ടുരത്ത് വാക്ക് സമ്മതിത്ത് ബീരനും മുരത്തിടൈ കൂവത്ത് പോരണ്ട് കയറ്റുവാൻ പിന്നും ഒരുക്കി കേമങ്ങൾ വരുത്തിടൈ വില്ലത്തിനാൽ പടജഹിക്കില്ലേറ്റമേ കൊടുക്കും മാനങ്ങൾ നിറുത്തിടൈ മികത്തിനാൽ മന്നം ചലിത്തിടാ മുന്നണിക്ക് ജോനരെ നിറുത്തിടൈ. പിന്നെ പാറനമ്പി എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെയൊക്കെ മുമ്പിൽ മാപ്പിളാരെ അങ്ങോട്ട് നിർത്തും. കാരണം വിജയം ഉണ്ടാവുമെന്ന് പാറനമ്പിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സുഖസുന്ദരമായി കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും കുടിയേറി പാർത്ത പാറനമ്പി മലപ്പുറം ആസ്ഥാനമായി ഇതാ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാറനമ്പിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മലപ്പുറത്തെ മുസ്ലിങ്ങളും അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തു സംഭവിക്കുമെന്നറിയണ്ടേ? മഹാകവി മോയിൻകുട്ടി വൈദ്യർ അടുത്ത എപ്പിസോഡിൽ എങ്ങനെ വിവരിക്കുമെന്നറിയില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം.